മോർണിംഗ് വോയ്സ് എന്ന പ്രതിദിന വചനധ്യാന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. ഉന്നതയാനൃപ നന്ദനനേ തവ ഉന്നതയാനൃപ നന്ദനനേ തവ പൊന്നുവദനമി ഞാനെങ്ങു കാണും ദേവ പൊന്നുവദനമി ഞാനെങ്ങു കാണും ദേവ ഉന്നതയാനൃപ നന്ദനനേ തവ പൊന്നുവദനമി ഞാനെങ്ങു കാണും ദേവാ. ഇന്ന് നമ്മോട് ധ്യാനചിന്ത പങ്കുവയ്ക്കുന്നത് സുശേഷകൻ ഡേവിഡ് പി ഐസക്, ഗുജറാത്ത്. പ്രാർത്ഥനയോടെ ശ്രവിച്ചാലും. ദൈവത്തിന് മഹത്വം. മോർണിംഗ് വോയിസിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും പ്രഭാത വന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ വചനധ്യാനത്തിന് ആധാരമായി 1 ശമൂവേൽ 7-ാം അധ്യായം 12-ാമത്തെ വാക്യം വായിച്ചു കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. പിന്നെ ശമൂവേൽ ഒരു കല്ലെടുത്ത് മിസ്പയ്ക്കും ശേനിനും മധ്യേ നാട്ടി, ഇത്രത്തോളം യഹോവ നമ്മെ സഹായിച്ചു എന്ന് പറഞ്ഞ് അതിന് എബെനേസർ എന്ന് പേരിട്ടു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മൾ വായിച്ച വേദഭാഗത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ തിരിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ എബെനേസർ എന്നത് ഒരാളുടെ പേരല്ല, പ്രത്യുത ഒരു കല്ലിന്റെ പേരായിട്ടാണ് ബൈബിൾ പഠിക്കുന്ന പണ്ഡിതാവിന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു സഹായത്തിന്റെ കല്ല്. പണ്ട് കാലങ്ങളിൽ ചില കാര്യങ്ങൾ ഓർമ്മിക്കുന്നതിനായി സ്തംഭങ്ങൾ കൊത്തിവെക്കുക പതിവായിരുന്നു. ഉദാഹരണമായി, ഒരു രാജാവ് ശത്രുക്കളെ പരാജയപ്പെടുത്തി വരുമ്പോൾ ആ രാജാവിന്റെ വിജയ കാര്യങ്ങളെക്കുറിച്ച് ഈ കല്ലിൽ കുത്തിവെക്കുക പതിവായിരുന്നു. ശമൂവേലാകട്ടെ തന്റെ ഏതെങ്കിലും പ്രശസ്തിയോ നേട്ടങ്ങളോ എന്ന് പറഞ്ഞാൽ വിജയങ്ങളോ ഒന്നും ഈ കല്ലിൽ പകർത്തിയതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ല. മറിച്ച് യഹോവ ഇത്രത്തോളം സഹായിച്ചു എന്ന് പറഞ്ഞ് എബെനേസർ എന്ന് ഈ കല്ലിന് പേരിടുകയായിരുന്നു. ശമൂവേലിന്റെ 1-ാം പുസ്തകം നാം പഠിച്ചാൽ ഏതാണ്ട് 3 പ്രാവശ്യം എബെനേസർ എന്നുള്ള പേര് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് 4-ാം അധ്യായത്തിലും ഈ 7-ാം അധ്യായത്തിലുമാണ് നമുക്കത് കാണാനായിട്ട് സാധിക്കുക. അപ്പോൾ 1 ശമൂവേൽ 4-ന്റെ 1-2 വാക്യങ്ങൾ ആദ്യമായിട്ട് നമുക്ക് കാണാൻ കഴിയും. 1 ശമൂവേൽ 4-ാം അധ്യായം അതിന്റെ 1-2 വാക്യം. ശമൂവേലിന്റെ വചനം എല്ലാ ഇസ്രായേലിനും വന്നിട്ട് ഇസ്രായേൽ ഫെലിസ്ത്യരുടെ നേരെ യുദ്ധത്തിന് പുറപ്പെട്ടു. എബെനേസരിനരികെ പാളയമിറങ്ങി. ഫെലിസ്ത്യർ അഫേക്കിലും പാളയമിറങ്ങി. ഫെലിസ്ത്യർ ഇസ്രായേലിന്റെ നേരെ അണിനിരന്നു. പട പരന്നപ്പോൾ ഇസ്രായേൽ ഫെലിസ്ത്യരോട് തോറ്റുപോയി. സൈന്യത്തിൽ ഏകദേശം 4000 പേരെ അവർ പോർക്കളത്തിൽ വെച്ച് സംഹരിച്ചു. 4-ന്റെ 1-2 വാക്യങ്ങളിൽ നമ്മൾ ആദ്യമായിട്ട് ഈ പേര് കാണുന്നത് ഒരു തോൽവിയോട് ബന്ധപ്പെട്ടാണ്. ഇസ്രായേലിന് ഒരു വലിയ തോൽവി ശത്രു രാജ്യമായ ഫെലിസ്ത്യരിൽ നിന്നുണ്ടായി. അത് ഈ സ്ഥലത്ത് വെച്ചാണ്, എബെനേസറിൽ വെച്ചാണ് ഉണ്ടായത്. ജീവിതത്തിൽ തോൽവി സംഭവിക്കാത്തവർ വളരെ ചുരുക്കമാണ്. ഏതൊരു മനുഷ്യാത്മാവിനെയും നാം പരിശോധിച്ചാൽ അവർ വലിയവരായിക്കോട്ടെ ചെറിയവരായിക്കോട്ടെ തോൽവികൾ ഉണ്ട്. തോൽവിയുടെ കഥകൾ നമുക്ക് ധാരാളം കേൾക്കുവാനായിട്ട് സാധിക്കും. ഒരുപക്ഷെ ശമൂവേൽ പറഞ്ഞു കാണും, ഇപ്പോൾ നിങ്ങൾ യുദ്ധത്തിന് പോകണ്ട, കാരണം പാപമുണ്ട്, പാപം നിങ്ങളുടെ മധ്യത്തിലുണ്ട്. അപ്പോൾ ഈ പാപവും ദൈവത്തിന് വേണ്ടി യുദ്ധം ചെയ്യുന്നതും രണ്ടും ഒരുപോലെ പോകുന്നത് ശരിയല്ല. ദൈവം ഒരുപക്ഷെ നിങ്ങൾക്ക് വിജയം തരികയില്ല എന്നൊക്കെ ഒരുപക്ഷെ പറഞ്ഞു കാണും. എന്നാൽ ശമൂവേലിന്റെ വാക്കുകൾ കേൾക്കാതെ അവരെന്ത് ചെയ്തു? ഈ ഫെലിസ്ത്യരോട് യുദ്ധം ചെയ്യാനായിട്ട് പോയി. ഫസ്റ്റ് ഡേ തന്നെ, 1-ാം ദിവസം തന്നെ 4000 പേര് കൊന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. ഫെലിസ്ത്യർ 4000 പേരെ കൊന്നു. 4-ന്റെ 10-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് പിന്നെയും ഫിലിസ്ത്യർ ഈ പട തുടങ്ങിയപ്പോൾ ഇസ്രായേൽ തോറ്റു. ഓരോരുത്തൻ താന്താന്റെ വീട്ടിലേക്ക് കൂടി. ഇസ്രായേലിൽ 30,000 കാലാൾ വീണുപോകത്തക്കവണ്ണം ഒരു മഹാസംഹാരം ഉണ്ടായി. പ്രിയരെ, ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് രണ്ടാമതായിട്ട് ഒരു വലിയ സംഹാരം. 30,000 പേര്. അങ്ങനെ 34,000 പേര് 1-ാമത്തെ ദിവസത്തിൽ തന്നെ പട്ടുപോകുവാൻ വീണുപോകുവാൻ ഇടയായി. മാത്രമാണോ, ദൈവത്തിന്റെ പെട്ടകം പിടിപെടുവാനും അതിടയായി. 3 മരണം സംഭവിക്കുവാനിടയായി. ആചാര്യന്മാരായിരിക്കുന്ന ഏലിയും തന്റെ 2 ആൺമക്കളും അപമൃത്യുവിന് ഇരയായി.
ഒരു വലിയ പരാജയം ഇസ്രയേലിൽ ഇപ്പോൾ നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. രണ്ടാമതായിട്ട് നാം ഈ എബെനേസറിനെ കാണുന്നത് അപമാനത്തിന്റെ സ്ഥലമാണ്. ഒന്ന് തോൽവിയുടെയാണെങ്കിൽ ഇപ്പോൾ ഇത് അപമാനത്തിന്റെ സ്ഥലമാണ്. ഇസ്രയേൽ ഫെലിസ്ത്യരുടെ മുമ്പിൽ തോറ്റോടി, ജനത്തിലൊരു മഹാസംഹാരം ഉണ്ടായി. ഏലി പുരോഹിതനും 2 മക്കളുടെ അകാല മൃത്യുവും പെട്ടകം ഫെലിസ്ത്യരെ പിടിച്ചെടുത്തു എന്നുള്ളതും വലിയൊരു അപമാനത്തിന് കാരണമായി. പടയാളിയെ സംബന്ധിച്ച് തോൽവി തീർച്ചയായ അപമാനമാണ്. എന്തുകൊണ്ട് ഇസ്രായേലിൽ തോൽവിയും അപമാനവും ഉണ്ടായി? പാപം പാളയത്തിൽ പ്രവേശിച്ചു. അത് തോൽവിക്കും അപമാനത്തിനും കാരണമായി. നാം ദൈവീയ കാര്യത്തിൽ അത് ചെയ്യാതെ വരുമ്പോൾ അത് ദൈവത്തിന്റെ നാമത്തിനും അത് അപമാനം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അവരുടെ ഇടയിൽ വലിയൊരു പരിഭ്രമം ഉണ്ടായി. അത് മരണകരമായ പരിഭ്രമമായിട്ടാണ് നാം കാണുന്നത്. മൂന്നാമത് നാം ഇങ്ങനെ കാണുന്നു, എബെനേസർ വിജയത്തിന്റെ സ്ഥലമാണ്, അല്ലെങ്കിൽ ദൈവസഹായത്തിന്റെ സ്ഥലമായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുക. കഴിഞ്ഞ 2 സ്ഥലങ്ങളിലും പരാജയവും അപമാനവും ആയി മാറിയെങ്കിൽ മൂന്നാമത്തെ സ്ഥലം അഭിമാനത്തിന്റെ സ്ഥലമായി. നോക്കുക, പരാജയം ഒന്നാമത് സംഭവിച്ചു, 2 അപമാനം സംഭവിച്ചു. ഈ പരാജയവും അപമാനവും സംഭവിച്ച സ്ഥലത്ത് ദൈവം ഒരു അഭിമാനമായിട്ട് അവർക്ക് തല ഉയർത്തി നിൽക്കത്തക്ക നിലയിൽ വലിയ കാര്യം ദൈവം ചെയ്തു. ദൈവത്തിന്റെ നാം മഹത്വപ്പെടുവാനായിട്ട് ഇടയായി. അതിന് കാരണം എന്താണെന്ന് ചിന്തിച്ചാൽ, ജനം തങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞു. 7-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം നാം പഠിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു, ഞങ്ങൾ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നു എന്ന് അവിടെ വെച്ച് പറഞ്ഞു. പിന്നെ ശമൂവേൽ മിസ്പയിൽ വെച്ച് ഇസ്രായേൽ മക്കൾക്ക് ന്യായപാലനം ചെയ്തു. നോക്കുക, ദൈവജനത്തിന്റെ ഏറ്റുപറച്ചിൽ. ഇസ്രായേൽ ജനം മിസ്പയിൽ ഒന്നിച്ചുകൂടി യഹോവയുടെ സന്നിധിയിൽ കടന്നു വന്നു. ഒരു കുറ്റം സമ്മതിച്ചു. എന്താണ് കുറ്റസമ്മതം നടത്തിയത്? ഞങ്ങൾ പാപം ചെയ്തിരിക്കുന്നു. അപ്പോൾ ശമൂവേൽ ജനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഉത്തരം ദൈവത്തിൽ നിന്ന് ലഭിച്ചു. ദൈവം വലിയ ഇടിമുഴക്കി. ഫിലിസ്ത്യർ ഭയപ്പെട്ട് ഇസ്രായേലിനോട് തോറ്റ് ഓടുവാനിടയായി. ശമൂവേൽ ഒരു കല്ലെടുത്ത് മിസ്പയ്ക്കും ശേനിനും മധ്യേ നാട്ടി. ഇത്രത്തോളം യഹോവ സഹായിച്ചു എന്ന് പറഞ്ഞ് അതിന് എബെനേസർ എന്ന് പറഞ്ഞു. ഇങ്ങനെ ഫിലിസ്ത്യർ ഒതുങ്ങുവാനായിട്ട് ഇടയായി തോന്നുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ പ്രഭാതത്തിൽ നമുക്കൊന്നിച്ച് ദൈവസന്നിധിയിലേക്ക് അടുത്തു വന്ന് ഈ മൂന്ന് കാര്യങ്ങൾ നാം ചിന്തിച്ച് നമ്മുടെ ജീവിതത്തിൽ ഒരു പുതിയ തീരുമാനത്തോടെ ഇന്നത്തെ ദിവസം യാത്ര ആരംഭിക്കുവാനായിട്ട് ഇടയായിത്തീരാം. ഇസ്രായേലിന്റെ മധ്യത്തിൽ ദൈവം അവർക്ക് പരാജയം ഒന്നാമതായിട്ട് നൽകി. 2 അവർക്കൊരു അപമാനം ഉണ്ടാകുവാനായിട്ട് ഇടയായിത്തീർന്നു. 3 പരാജയവും അപമാനവും അവർക്ക് വലിയ വിജയം ദൈവം വരുത്തി. അതെങ്ങനെയാണ്? തങ്ങളുടെ പാപങ്ങൾ, തങ്ങളുടെ കുറവുകൾ, തങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്ന എല്ലാ ബലഹീനതകളും അവർ ദൈവസന്നിധിയിൽ ഏറ്റു പറഞ്ഞ്, കർത്താവെ, ഞങ്ങൾ കുറവുള്ളവരാണ്, ഞങ്ങൾ കുറ്റക്കാരാണ്, ഞങ്ങൾ പാപം ചെയ്തിട്ടുള്ളവരാണ് എന്ന് അവരുടെ പാപങ്ങളെ വ്യക്തിപരമായിട്ട് ദൈവസന്നിധിയിൽ ഏറ്റു പറഞ്ഞപ്പോൾ ദൈവരുടെ സകല പാപങ്ങൾക്കും പരിഹാരം നൽകി. എന്ന് മാത്രമല്ല, തോൽവിയുടെ സ്ഥലത്ത് ഇപ്പോൾ വലിയ അഭിമാനത്തിന്റെ സ്ഥലമായി മാറുവാനിടയായി. ആ സ്ഥലമാണ് എബെനേസർ എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അങ്ങനെ ദൈവനാമം ഈ എബെനേസർ എന്ന സ്ഥലത്ത് മഹത്വപ്പെടുവാൻ കർത്താവ് ഇടയാക്കി. ഇന്നത്തെ പകലിൽ നമുക്ക് ഈ എബെനേസറിന്റെ അനുഭവം ഒരുപക്ഷെ പരാജയമായിട്ടുള്ള ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, പ്രിയരെ, നിങ്ങൾക്ക് ഇനി ഒരു വിജയത്തിലേക്ക് വരാൻ സാധിക്കും. നിങ്ങൾ ആരെങ്കിലും അപമാനിതരായിട്ടാണ് ഇന്ന് ജീവിക്കുന്നെങ്കിൽ നിങ്ങളുടെ അപമാനമൊക്കെ അഭിമാനമാക്കി മാറ്റി തീർക്കുവാൻ ദൈവത്തിന് കഴിയും. ഒന്ന് ചെയ്തേ മതിയാകുള്ളൂ. നിങ്ങൾ ദിവസത്തിലേക്ക് വരിക, കുറവുകൾ ദിവസത്തിലേക്ക് പറയുക. കർത്താവ് കുറവുകളെ ക്ഷമിക്കും. കർത്താവ് നിങ്ങളെ സഹായിക്കും. അവന്റെ വലിയൊരു നാമം നിങ്ങളോട് മഹത്വപ്പെടുവാൻ ഇടയായിത്തീരും. നമുക്ക് അവന്റെ അടുക്കിലേക്ക് വരാം. കർത്താവിന്റെ നാമം ഇന്ന് വന്നേക്ക് മഹത്വപ്പെടുമാറാകട്ടെ.